Hi everyone, this is Dr. Manjula here. Today we will discuss some of the diseases affecting the renal system. We will start with the most vast topic in this system, that is renal failure. Okay. അപ്പോൾ renal failure എന്ന് പറഞ്ഞാൽ കിഡ്നിക്ക് അതിന്റെ ഫങ്ഷൻ നടത്താൻ പറ്റുന്നില്ല, അത് തന്നെയാണ്. അപ്പൊ അത് അക്യൂട്ടും ആവാം ക്രോണിക്കും ആവാം. Acute എന്ന് പറഞ്ഞാല് suddenly there is a loss of kidney function and but the thing is it is reversible. Okay, so acute kidney injury എന്നും പറയും നമ്മള് പല ബുക്സിൽ ഇപ്പൊ acute kidney injury എന്നാണ് പറയും. എന്ന് പറഞ്ഞാൽ suddenly the renal function is lost, but it is reversible. And what are the causes? We can classify it into three, that is pre-renal, intrarenal and post-renal causes. Pre-renal എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, above the kidney. Okay, so the problem is somewhere above the like for example ഇവിടെ ഈ കിഡ്നിയിലേക്ക് വരുന്ന blood flow, suddenly there is a drop in the blood pressure or there is a narrowing of the blood vessels which are supplying it to the kidney. So അങ്ങനത്തെ ഒക്കെ കണ്ടീഷനിലാണ് ഈ acute kidney injury വരിക. അപ്പൊ അതിനെ നമ്മൾ pre-renal causes എന്ന് പറയും. So the decrease in the renal blood flow due to many reasons. ഹൈപ്പോടെൻഷൻ കൊണ്ടാവാം, ഡീഹൈഡ്രേഷൻ കൊണ്ടാവാം, അതല്ലെങ്കിൽ ഒരു ബ്ലീഡിങ് കൊണ്ടാവാം, അങ്ങനെ any of these things. Then comes intrarenal. Intrarenal എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ പാരൻകൈമയുടെ ഡാമേജ് ആണ് within the kidney. So within the kidney, what is the damage that is happening? It could be because of some toxins, some എന്താ പറയാ മെഡിക്കേഷൻസ്, അതും അല്ലെങ്കിൽ ചില ഡ്രഗ്സ്, ഇതൊക്കെ will lead to damage of the renal parenchyma. So അതാണ് intrarenal cause എന്ന് പറയുന്നത്. പിന്നെ എന്താണ് പോസ്റ്റ് റീനൽ കോസ്? പോസ്റ്റ് റീനൽ കോസ് എന്ന് പറയുന്നത് ആഫ്റ്റർ കിഡ്നിയുടെ താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യുറീറ്റർ, യുറീത്ര, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ബ്ലാഡർ, ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ്. എന്ന് വെച്ചാൽ യൂറിനറി ഒബ്സ്ട്രക്ഷൻ ഇൻ ദി ഏരിയാസ് ബിലോ ദ കിഡ്നി. സോ ദാറ്റ് ഈസ് പോസ്റ്റ് റീനൽ പ്രോബ്ലം ഓർ കോസസ്. ലൈക്ക് അഗെയിൻ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, പ്രോസ്റ്റേറ്റ്, കിഡ്നി സ്റ്റോൺസ്, ട്യൂമർ, അങ്ങനത്തെ ഒക്കെ. സോ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ മൂന്ന് കോസസും പറയുവാണെങ്കിൽ, അപ്പൊ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഒരു ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് ഇസ് ലാൻഡിങ് അപ്പ് ഇൻ റീനൽ ഫെയിലിയർ. അപ്പൊ അത് ഏത് കോസിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനുള്ളത്? റീനൽ കോസസ്. അങ്ങനെ. സോ പ്രീ റീനൽ, റീനൽ ആൻഡ് പോസ്റ്റ് റീനൽ. അപ്പൊ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. പ്രീ റീനൽ എന്താണ്? കാർഡിയാക് ഫെയിലിയർ വരുമ്പോൾ വരാം, സെപ്സിസ്, blood loss, dehydration, vascular occlusion. ഇതൊക്കെ some of the pre-renal causes of this acute kidney injury. Okay, then comes renal causes. Renal causes എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, acute vessel vasculitis, some drugs, toxins, hypotension, long standing hypotension, പിന്നെ അതുപോലെ തന്നെ interstitial nephritis, ഇൻഫെക്ഷൻസ്, ഇതൊക്കെയാണ് റീനൽ കോസസ്. പോസ്റ്റ് റീനൽ ആകുമ്പോൾ കിഡ്നിയുടെ താഴോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? റീനൽ കാൽക്കുലേ കൊണ്ടാവാം, ട്യൂമേഴ്സ് കൊണ്ടാവാം, റിട്രോപെരിറ്റോണൽ ഫൈബ്രോസിസ് വരാം, BPH, ബെനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫിയ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, പിന്നെ അതുപോലെ യുറീത്രൽ സ്ട്രിക്ചേഴ്സ്, പിന്നെ മിയാറ്റസിന്റെ ഫൈമോസിസ് അല്ലെങ്കിൽ സ്റ്റീനോസിസ്, ഇതൊക്കെയാണ് പോസ്റ്റ് റീനൽ കോസസ്. Coming to the stages of acute kidney injury, നമുക്ക് അതിന് 3 സ്റ്റേജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ ഒളിഗോറിക് സ്റ്റേജ്, രണ്ടാമത്തെ ഡയൂറിറ്റിക്, മൂന്നാമത്തെ റിക്കവറി സ്റ്റേജ്. ആദ്യത്തെ എന്താണ്? ഒളിഗോറിക് സ്റ്റേജ്. ഇവിടെ എന്താ പറ്റുന്നത്? സോഡിയം വാട്ടറും റീറ്റെയിൻ ചെയ്തിരിക്കുക. ഒളിഗോറിയ എന്ന് പറഞ്ഞാൽ ലെസ് യൂറിൻ. എത്രയാ? ലെസ് ദാൻ 30 ml/h യൂറിൻ ഫോർമേഷൻ ആണ്. അപ്പോൾ ബാക്കി വെള്ളമൊക്കെ ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കുക. അപ്പൊ സോഡിയം വാട്ടർ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി. അതുപോലെ കൂടാതെ തന്നെ ബ്ലഡ് യൂറിയ നൈട്രജനും ക്രിയാറ്റിനും എലിവേറ്റ് ആയിരിക്കും.
അപ്പോൾ ഒളിഗോറിക് ഫേസിൽ ആക്ച്വലി എന്താ സംഭവിച്ചാൽ നമ്മുടെ GFR കുറയുകയും ക്രിയാറ്റിൻ ക്ലിയറൻസ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് അരിച്ച് താഴേക്ക് വിടുന്നത് അല്ലെങ്കിൽ യൂറിനിൽ കൂടെ പോകുന്ന ആ ഫോർമേഷൻ, ആ പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് യൂറിയ നൈട്രജനും ക്രിയാറ്റിനും ഒക്കെ കൂടുന്നത്. ഒപ്പം തന്നെ വെള്ളവും റീറ്റെയിൻ ചെയ്യുന്നു, സോഡിയവും റീറ്റെയിൻ ചെയ്യപ്പെടുന്നു. Then even the potassium will also be retained in the oligoric phase. Hyperkalemia ഉണ്ടാകുന്നു. Then hypervolemia. So these are some of the manifestations or clinical features that happens in oligoric phase. And decreased serum sodium level സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങനെ കൂടുതലായിട്ട് ശരീരത്തിൽ കെട്ടി നിൽക്കുന്നതുകൊണ്ടുള്ള വരുന്ന ഡൈല്യൂഷണൽ ഹൈപ്പോനട്രീമിയ ആണത്. അപ്പൊ because of hypervolemia the sodium is getting diluted and that reflects as decreased sodium levels. So these are the manifestations in oligoric phase. Next is diuretic phase. Diuretic phase la നമ്മുടെ ഡാമേജ് ആയി കിഡ്നി പതുക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക അതിന്റെ എബിലിറ്റി ടു എക്സ്ക്രീറ്റ് വേസ്റ്റ്. അപ്പം എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ റിക്കവറി ഫേസ് ആണല്ലോ ഇത്. അപ്പോൾ there will be so much of fluid coming out of the body. ഒത്തിരി യൂറിൻ വെളിയിലേക്ക് വരും. പിന്നെ ഈ ബ്ലഡ് എലിവേറ്റ് ചെയ്ത ബ്ലഡ് യൂറിയ നൈട്രജനും ക്രിയാറ്റിനും സ്ലോലി താഴേക്ക് വരും. ബട്ട് ഇറ്റ് വിൽ സ്റ്റിൽ റിമെയിൻ എലിവേറ്റഡ് ആൻഡ് ഡിക്രീസ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ഉണ്ടാവും. പക്ഷെ again it also is improving with improved glomerular filtration rate. പിന്നെ ഈ സ്റ്റേജിൽ നമുക്ക് ഹൈപ്പോക്കലീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോളീമിയ ഉണ്ട്. കാരണം യൂറിൻ ഭയങ്കരമായിട്ട് ഫോം ചെയ്ത് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഫ്ലൂയിഡ് ലോസ്റ്റ് ആവുന്നുണ്ട്. യൂറിൻ്റെയോടൊപ്പം തന്നെ സോഡിയവും പൊട്ടാഷ്യം ആർ ബീങ് ലോസ്റ്റ് ത്രൂ ദ യൂറിൻ. സോ ഹൈപ്പോക്കലീമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോളീമിയ. The third phase is recovery phase അല്ലെങ്കിൽ convalescent phase. ഇവിടെ glomerular filtration rate കൂടുതലാവുകയും മീൻസ് ഇംപ്രൂവ് ആയി വരുവാണ്. പിന്നെ സോ നമ്മുടെ എലിവേറ്റ് ആയി നിന്ന ബ്ലഡ് യൂറിയ നൈട്രജൻ ക്രിയാറ്റിനെല്ലാം ബാക്ക് ടു നോർമൽ. കംപ്ലീറ്റ് റിക്കവറി ടേക്സ് അറൌണ്ട് 1 to 2 years time. So these are the 3 phases of acute kidney injury. ഇനി ഓരോരോ ഫേസിലും നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് ബോഡിയിലുണ്ട്, പിന്നെ അതിൻ്റെയൊക്കെ ഇന്റർവെൻഷൻ എന്താന്ന് നോക്കാം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഇതിനകത്തുനിന്ന് ചോദിക്കാം കേട്ടോ. സോ GFR കുറഞ്ഞു നിൽക്കുമ്പം എന്താണ് പറ്റുന്നത്? ഈ ഒളിഗോറിക് സ്റ്റേറ്റിൽ ഞാൻ നേരത്തെയും പറഞ്ഞു ബ്ലഡ് യൂറിയ നൈട്രജനും ക്രിയാറ്റിനും എലിവേറ്റഡ് ആയി എന്ന്. അപ്പൊ ഇത് എന്ത് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെ ഇത് ബാധിക്കും. അതൊന്ന്. അപ്പൊ നമ്മുടെ എന്താ പറയുന്നത് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ഓറിയന്റേഷനും ഒക്കെ മാറിപ്പോവും. പിന്നെ ഈ യൂറിയ ക്രിയാറ്റിനൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ശരീരത്തിൽ നിൽക്കൊണ്ട് ഇറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ് അണ്ടർ ദ സ്കിൻ ആൻഡ് കോസസ് പ്രൂറൈറ്റിസ് ഓർ ഇച്ചിങ്. അപ്പൊ ഇതിന് നമുക്ക് ഈ ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോ പ്രോട്ടീൻ ഡയറ്റ് ആണ് ഇവിടെ ആവശ്യം. എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്റെ മെറ്റബോളിസത്തിൽ നിന്നല്ല, പ്രോട്ടീന്റെ ബ്രേക്ക് ഡൗൺ ലിവറിൽ നടക്കുമ്പോൾ യൂറിയ ഫോം ചെയ്യുന്നു. യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയിലാണ്. അപ്പൊ ഈ യൂറിയ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാലാണ് നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്നത്, നമ്മുടെ ബ്രെയിനെ അത് ബാധിക്കും. അപ്പോ ആ യൂറിയ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുക. അടുത്തത് increased potassium levels അല്ലെങ്കിൽ hyperkalemia, which means that the potassium level is more than 5.1 milliequivalents per liter. ഇത് എന്തുകൊണ്ടാണ് ഹൈപ്പർകലീമിയ വരുന്നത്? നമ്മുടെ കിഡ്നിക്ക് പൊട്ടാഷ്യത്തിന് എക്സ്ക്രീറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോ പൊട്ടാഷ്യം ശരീരത്തിൽ 5.1 കൂടി നിന്ന് കഴിഞ്ഞാലുള്ള പ്രോബ്ലം ക്യാൻ ലീഡ് ടു അരിത്മിയാസ്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? പൊട്ടാഷ്യത്തിനെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം? പൊട്ടാഷ്യം റിച്ച് ഡയറ്റ് കുറയ്ക്കുക, പൊട്ടാഷ്യം കുറവായ ഭക്ഷണം കൊടുക്കുക, ECG മോണിറ്റർ ചെയ്യുക. ECGയിൽ എന്ത് ചേഞ്ച് ആണ് കാണുന്നത്? ഹൈപ്പർകലീമിയയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ടോൾ പീക്ഡ് T വേവ്സ്, അല്ലെങ്കിൽ T വേവ്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര നീളത്തിനകം പോകും. അപ്പൊ അതാണ് ഹൈപ്പർകലീമിയയുടെ ഒരു ക്ലാസിക് മാനിഫെസ്റ്റേഷൻ ഇൻ ദ ECG. ഓക്കെ, ടോൾ പീക്ഡ് T വേവ്സ്. അതുപോലെ വൈഡൻഡ് QRS കോംപ്ലക്സ് ആൻഡ് പ്രൊലോങ്ഡ് PR ഇന്റർവെൽ. സോ ECGയിൽ എന്ത് ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ക്വസ്റ്റ്യൻ കിട്ടാം. എന്താണ് ചേഞ്ച് ഹൈപ്പർകലീമിയയിൽ? ടോൾ പീക്ഡ് T വേവ്സ്, വൈഡൻഡ് QRS കോംപ്ലക്സ് ആൻഡ് പ്രൊലോങ്ഡ് PR ഇന്റർവെൽ. ഓക്കെ,
അപ്പൊ ഇതിന് നമ്മൾ ECGയിൽ നോക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടോന്ന്. പിന്നെ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പൊട്ടാഷ്യം കുറയ്ക്കാനായിട്ട് നമ്മൾ KXLate എന്ന് പറയുന്ന ഒരു അയോൺ എക്സ്ചേഞ്ച് റെസിൻ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാം. അത് ബോഡിയിലെ പൊട്ടാഷ്യത്തിന് ബൈൻഡ് ചെയ്ത് വെളിയിലേക്ക് കളയുന്നു KXLate. അതുപോലെ പിന്നെ നമുക്ക് ഇൻസുലിനും okay, that is not here. Okay, you can give insulin plus ഗ്ലൂക്കോസ്. അപ്പൊ അതും നമ്മൾ IV ഡ്രിപ്പ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ ഇൻസുലിൻ എന്തോ ചെയ്യുന്ന വെച്ചാൽ പൊട്ടാഷ്യത്തിനെ ബൈൻഡ് ചെയ്ത് സെല്ലിനകത്തേക്ക് കൊണ്ടുപോയി വെക്കും. അതാണ് ജോലി. അതിനോടൊപ്പം ഗ്ലൂക്കോസ് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഹൈപ്പോഗ്ലൈസീമിയ പ്രിവെന്റ് ചെയ്യാൻ. ഇൻസുലിൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ് വിൽ ഗോ ഇൻ ടു ഹൈപ്പോഗ്ലൈസീമിയ. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിനെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസിനെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ ആക്ഷൻ എന്താന്ന് വെച്ചാൽ ഇതിനെ എടുത്ത് നമ്മുടെ സെല്ലിനകത്തേക്ക് പൊട്ടാഷ്യത്തിനെ കയറ്റി ഇടുക എന്നുള്ളതാണ്. അപ്പൊ നാച്ചുറലി പൊട്ടാഷ്യത്തിന്റെ സീറം ലെവൽസ് വിൽ ഡിക്രീസ്.